ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അനിൽ രവിപുടി സംവിധാനം ചെയ്ത് ചിരഞ്ജീവി, വെങ്കടേഷ്, നയൻതാര എന്നിവരെ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ സിനിമയാണ് മനശങ്കര വരപ്രസാദ ഗാരു. 3-4 പേരുണ്ട്. മനശങ്കര വരപ്രസാദ ഗാരു സാർ എന്നുള്ള ഇങ്ങനെയായിരിക്കും. മനശങ്കര വരപ്രസാദ ഗാരുവിൻ്റെ ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയുണ്ട്, ഏതുണ്ടെന്നൊക്കെ പറയാം. അതിന് മുമ്പ് ഇവർ 2 സോങ്ങൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ കൊള്ളായിരുന്നു. വെങ്കടേഷും ചിരഞ്ജീവിയൊക്കെ ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ട്. ആൻഡ് ഇത് നമുക്ക് കണ്ടുപോകാം. സ്ക്രീൻസ് ఎలాంటి క్రిమినల్ అయినా ఉత్తికి పిండి ఆరేస్తారు. ఫుల్ విఎఫ్ఎక్స్ ആണ് ఇది. ఎందుకు ఒలకేల విఎఫ్ఎక్స్ మన శంకర వరప్రసాద్ గారు విలేజ్ మెగాస్టార్ మోడల్. రైట్ అబ్బా. എനിക്ക് ഇത് കണ്ടപ്പോ മറ്റേ തമിഴില് ഒരു ആളുണ്ടല്ലോ, സർവണ സ്റ്റോഴ്സ്. ആ പുള്ളിയുടെ പേരെന്താണ്? സർവണൻ തന്നെയല്ലേ? തമിഴില് ഒരാളുണ്ടല്ലോ, സർവണ സ്റ്റോഴ്സിന്റെ ഒരു ഒരു പുള്ളിയുണ്ടല്ലോ, ഓണർ. അപ്പൊ പുള്ളിയുടെ പേര് സർവണൻ, അങ്ങനെ എന്തോ ആണ്. അതേപോലെ ഇരിക്കണ്. അങ്ങനെ ഷേവൊക്കെ അതുപോലെ സെയിം അതുപോലെ എനിക്ക് കണ്ടപ്പോൾ അതുപോലെയാണ് തോന്നുന്നത്. സത്യത്തിലേക്ക് ചിരഞ്ജീവിനെ ഒരുപാട് സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പം ചിരഞ്ജീവിനെ ഒരുപാട് ഞാൻ ഫിലിമിൽ അഡ്മയർ ചെയ്തിട്ടുമില്ല. നല്ലൊരു നടനാണ്, ലെജൻഡാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഞാൻ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ കണ്ടപ്പോൾ ഒരു കോമഡി പീസായിട്ടാണ് തോന്നിയത്. ആൻഡ് തുടക്കത്തിൽ തന്നെ അത് എന്തോന്ന്, അത് ആരാണ് കളർ ഡീഗ്രേഡിങ് ചെയ്തത് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ലുക്ക് കണ്ടിട്ട് എനിക്കൊരു ചിരിയാണ് വന്നത്. പവർഫുൾ ഓഫീസർ മീൻസ് ഡൈനാമിക് ലേഡി. ഫാമിലി ഷോ മീറ്റിംഗ്. Stay out of my life. You better behave yourself. ససే పేరు చూపించి మాట్లాడతావు. ఏమనుకుంటావు నువ్వు అంతగా తిట్టాలంటే లోపల వచ్చి తిట్టవు, అందరు చూస్తున్నారు. ഇതേതോ സീരിയലാണ് വരാൻ പോകുന്നത്. പക്ക സീരിയൽ സാധനമാണ് വരാൻ പോകുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടിലം VFX, ആർട്ട് വർക്ക് ഒക്കെ സൂപ്പർ. കണ്ടാൽ തന്നെ പറയും അത് ഒറിജിനലാണെന്ന്. പിന്നെ ഈ 2 പേരുമായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ട് കേട്ടാ. അത് ട്രെയിലറിലെ കാണാൻ പറ്റുന്നില്ല. പിന്നെ സിനിമയിൽ വാ. ఏం లేదు, నా వాట్సాప్ నెంబర్ కొంచెం అన్బ్లాక్ చేయవా ప్లీజ్. എന്തോന്നാ ബാക്കിൽ പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അതൊരു രവിപുടി. ഇവനുണ്ടോ സുദേവ്? അറിയോ? ഫൈറ്റോ അപ്പം പൊരിയെ മറ്റേത് പറയല്ലോ, കൂട്ടത്തിലെ കൊമ്പ് എവിടെയെന്ന്. അപ്പൊ 2 പേർക്കും ഇതാണ് ഞാൻ പറഞ്ഞ വെങ്കടേഷ്. പുള്ളി ഇതിൽ വില്ലനാവാൻ ചാൻസ് ഇല്ല. ഒരു കോമഡി പീസായിട്ട് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നതാണെന്നാണ് തോന്നണത്. അത് 2 പേരും കുറച്ച് കോമഡിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നല്ല കിടിലം കളർ ഡീഗ്രേഡിങ് കേട്ടോ. അത് ആര് ചെയ്തെന്ന് ഞാനൊരു പിടിയില്ല. എന്റെ പുറകിൽ നിൽക്കുന്ന നെടി മറ്റേ അവളുടെ പേര് പറഞ്ഞു പോയല്ലോ, വിശാലിന്റെ സിനിമയിലൊക്കെ ഉള്ളൊരു നെടിയാണ്. പേര് കാതറൻ അങ്ങനെ ఫ్యామిలీ మ్యాన్ లా ఉన్నావు, ఇలా మాస్ ఎంట్రీ ఇస్తున్నావు ఏంటి? మాస్ కే బాస్ లాగా ఉన్నావు నువ్వు. ఫ్యామిలీ അവർ അനങ്ങുന്നേ ഇല്ല. ഈ പാട്ട് കൊള്ളാം.
ജനുവരി 12 സിനിമാസ് സംക്രാന്തി. അപ്പോൾ സംക്രാന്തി ജനുവരി 12-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഗൈസ്, ടോളിവുഡിൽ നിന്നൊരു കിടിലൻ ബോംബ് വരുന്നുണ്ട്, സംശയമൊന്നുമില്ല. ചിരഞ്ജീവി, നയൻതാര, വെങ്കടേഷ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അനിൽ രവിപുടിയാണ് സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഭീം സെസിറോലോ, അങ്ങനെ എന്താണ് പേര്. അപ്പോൾ പുള്ളി ഇതുപോലെ തെലുങ്ക്, ഇന്നാളെ ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് രവി തേജയുടെ. അപ്പോൾ അങ്ങനെ 2-3 പടങ്ങളിലൊക്കെ എനിക്കൊരു മാർക്ക് സിനിമയിലും കിച്ച സുദീപിൻ്റെ മാർക്ക് സിനിമയിലും പുള്ളിയാണ് മ്യൂസിക് എന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് തെലുങ്ക് പടത്തിലുള്ളതാണ്. ട്രെയിലർ അറുപുറഞ്ചം ബോറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വീഴ്ചയാണ് വരാൻ പോകുന്നതാണ് തോന്നുന്നത്. നയൻതാരയും ചിരഞ്ജീവിയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീൻസ് പക്ക തോൽവിയായിട്ട് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഫീൽ നിങ്ങളും അങ്ങനെ ചെയ്തെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ആൻഡ് അതാണ് വിശ്വാസം മോഡ്. സെയിം വിശ്വാസം അല്ലേ. ഭാര്യയെ അടക്കി നിർത്തുന്ന, ഭർത്താവിനെ അടക്കി നിർത്തുന്ന ഭാര്യ തന്നെ. അതില്ല പടാതിയില്ല. പിന്നെ ബാക്കിലെ കളർ ഡീഗ്രേഡിങ്ങും ആ VFX ഒക്കെ ഒരു രക്ഷയില്ല കേട്ടാ. ബാക്കിലെ പിന്നെ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. പുറകിലുള്ള ഒരു അനങ്ങുന്നേ ഇല്ല, എല്ലാവരും ഇങ്ങനെ ഒരു നിപ്പ്. ഫ്രണ്ടിലുള്ള ആൾക്കാർ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവരുടെ ആ വായ അനങ്ങുന്നതില്ലാതെ വേറെ ഒന്നും അനങ്ങുന്നില്ല, അവരങ്ങനെ നിപ്പുണ്ട്. പിന്നെ ആ ട്രെയിലറിന്റെ ക്ലൈമാക്സിൽ കാണിച്ച ആ സ്റ്റെൻഡ് കൊള്ളായിരുന്നു, വരുന്നത് വെടിവെക്കുന്നതൊക്കെ കൊള്ളായിരുന്നു. അതാണ് എനിക്ക് ആകെ ട്രെയിലറിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത്. നയൻതാരയും ചിരഞ്ജീവിയുള്ള റോളൊക്കെ പണ്ട് ഫെയില്യൂർ ആവുന്നതിൽ യാതൊരു സംശയമില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ക്രിഞ്ചുകളും അറുപോറൻ കുറച്ച് തമാശകളും ഇങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. അപ്പം പിന്നെ ലാസ്റ്റ് അതിന് പൊലിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് വെങ്കടേശും വരുന്നുണ്ട്. കണ്ടറിയണം ഗൈസ് എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്. ജനുവരി 12 സംക്രാന്തിനാണ് സിനിമ, സംക്രാന്തി അല്ലേ, അന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ ലാസ്റ്റ് വരുന്ന ആ പാട്ടുള്ള അവർ രണ്ടുപേരും, അതെനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു പ്രൊമോഷണൽ സോങ് പോലെ പടം തീരുമ്പോൾ ലാസ്റ്റ് എടുത്തിടും. ആ തുടക്കത്തിൽ NIA ഓഫീസറാണെന്ന് എന്തോന്നൊക്കെ കാണിക്കുന്നവന്മാര്. പുറകല്ല നിങ്ങൾ കണ്ട അത് സീരിയലില് മറ്റേ പണ്ട് ചന്ദനമഴ സീരിയലിൽ അമൃത ഫ്രാൻസിലാണെന്ന് പറഞ്ഞ് വിളിക്കുന്നതുണ്ട്. ഞാൻ ഫ്രാൻസിലാണ് നോക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ മഞ്ഞൊക്കെ പോകുന്നതൊക്കെ കാണാം. ബാക്കിലൊരു ഫ്രാൻസ് ഈഫിൾ ടവറിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി ഫ്രാൻസിലാണ്. ഏതോ കോതമംഗലത്തെ ഏതോ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്, പക്ഷെ പുള്ളി ഫ്രാൻസിലാണ്. അപ്പോൾ ഞാൻ ആ ഫ്രാൻസിൽ തന്നെ പോയി നിൽക്കണമെന്നല്ല പറയുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം വേറെ ഒന്നും അനങ്ങുന്നില്ല. പുള്ളിയുടെ ലിപ്സിങ്ങും കാര്യങ്ങളും അതിപ്പോൾ എല്ലാം ഇപ്പം നിങ്ങൾ നയൻതാരയും ചിരഞ്ജീവിയുള്ള ആ ഒരു സീൻസുകളും കാര്യങ്ങളും നോക്കിയാൽ മതി. അത് മിക്കവാറും വെറുപ്പിച്ച് കൊല്ലും കേട്ടോ ആ സീൻസുകളൊക്കെ. അത് ഇപ്പം തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു, വെറുപ്പിച്ച്. ആൻഡ് തുടക്കത്തിൽ എനിക്ക് ആ ക്ലൈമാക്സിൽ ആ ഡാൻസ് ഫൈറ്റ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. മൊത്തത്തിലൊരു വിശ്വാസം 2 വരുന്നുണ്ട്. അതിൽ ഇവരുടെ ക്രിഞ്ച് ഫെസ്റ്റിവലും വരുന്നുണ്ട്. ഒരു അടുപടാറ് ബോംബ് തന്നെയായിരിക്കും മിക്കവാറും. വരണ ശിവശങ്കര പ്രസാദ ഗാരു അങ്ങനെ ആയിരിക്കണം. കണ്ടിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് പേരറിയാം, എന്നാലും ഞാൻ പറയാണ്. ഇത് എന്തോന്ന് കാണിച്ച് വെച്ചേക്കുന്നു, ഇതെന്തോന്ന്. ചിരഞ്ജീവിയെ കാണിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒന്നും തോന്നുന്നില്ല. പുള്ളി എന്തോ കാണിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ലെജൻഡാണ്. നമുക്കിപ്പോൾ എല്ലാം അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ലെജൻഡാണ്, എന്നാലും പക്ഷെ എന്തോ കാണിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് സിനിമയിൽ. കണ്ടറിയാം എന്ത് സംഭവിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ഷെയർ ചെയ്തോ. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം ഗൈസ്. അപ്പോൾ ലവ് യു, ബൈ.